അടുത്തത് ഒരു പ്രോസ് വർക്കാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ലെറ്റർ ഫ്രം ബിർമിംഗ്ഹാം ജയിലാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മാർട്ടിൻ ലൂതർ കിങ് ആരാണെന്ന് നോക്കാം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയിരുന്നു, പിന്നെ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ പ്രോമിനൻറ്റ് ലീഡർ ആയിരുന്നു. ആൻഡ് ഹി വാസ് ഇൻസ്പയർഡ് ബൈ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് ടീച്ചിങ്സ്. അപ്പം നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്, ലൈക്ക് മഹാത്മാഗാന്ധി. റേഷ്യൽ ഇൻജസ്റ്റിസിനെതിരെയായിരുന്നു ഇദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെന്താണ്, നൊബേൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1964. പക്ഷേ 1968 ഇദ്ദേഹത്തിനെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈക്വാളിറ്റി, ജസ്റ്റിസ്, പീസ്ഫുൾ റെസിസ്റ്റൻസ് ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ് ആരെന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കൈൻഡ് ഓഫ് പ്രോസ് വർക്ക് എന്ന് പറയുന്നത് ലെറ്റർ ഫ്രം ബിർമിംഗ്ഹാം ജയിൽ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം April 16, 1963 ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അതായത് ബിർമിംഗ്ഹാം അലബാമ എന്നുള്ള സ്ഥലത്ത് നോൺ വയലന്റ് പ്രൊട്ടസ്റ്റിനെതിരെ അദ്ദേഹം, അതായത് ഒരു റേഷ്യൽ സെഗ്രിഗേഷനെതിരെ അദ്ദേഹം നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് നടത്തുമായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. സോ ആ സമയത്ത് ഇദ്ദേഹത്തിനെ ഇംപ്രിസൺ ചെയ്യുക, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹി വാസ് ഇംപ്രിസൺഡ്. ആൻഡ് ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് ഇതിനെതിരെ, അതായത് ഇദ്ദേഹത്തിനെ ഇംപ്രിസൺ ചെയ്തതിനെതിരെ ആയിട്ട് അദ്ദേഹം എഴുതിയ ഒരു കത്താണ്. അത് 8 വൈറ്റ് ക്ലർജിമെനിന് വേണ്ടിയാണ് ഈ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്, അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ 8 പേരെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ 8 പേരും ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻസിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. അൺവൈസ് ആണ്, അൺടൈംലി ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ ഒരു മറുപടി പോലെയാണ് ഈ ഒരു ലെറ്റർ ഈ 8 പേർക്ക് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മറുപടി എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷനാണ്. അതായത് അതായത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ബിർമിംഗ്ഹാം എന്നുള്ള സ്ഥലത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എഴുതുന്നതാണ് ഫസ്റ്റ് റീസൺ. അപ്പം മാർട്ടിൻ ലൂതർ കിങ് ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ ബിർമിംഗ്ഹാം എന്നുള്ള സ്ഥലത്ത് വന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിലിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ഈ ഒരു മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആൻഡ് ഹി സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്, ലോക്കൽ സിവിൽ റൈറ്റ് ലീഡേഴ്സ് ഇദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്തു. ആൻഡ് അവിടെ ഇൻജസ്റ്റിസ് ഉണ്ടായിരുന്നു. ആ ഇൻജസ്റ്റിസ് എന്താണ്, നീതിക്കെതിരെ ഒരു ത്രെട്ടാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദാറ്റ് മൂവ്മെന്റ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ജസ്റ്റിഫിക്കേഷൻ. ആൻഡ് ഹി ഓൾസോ റിജക്ട്സ് ഐഡിയ ദാറ്റ് എന്താണ്, ഔട്ട്സൈഡേഴ്സിന് ഒരിക്കലും ലോക്കൽ ഇഷ്യൂസിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഈ ഒരു 8 പേരുടെ ക്ലെയിമിനെ ഇദ്ദേഹം റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹി ആർഗ്യൂസ് ദാറ്റ് റേഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള, ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ റീജിയണിൽ, അതായത് നമ്മുടെ കൺട്രിയിലൊരു പ്രശ്നം നടക്കുവാണ്, അപ്പോൾ ഞാൻ അവിടുത്തുകാരനല്ല, അല്ലെങ്കിൽ ആ സ്റ്റേറ്റുകാരനല്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റുകാരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു റീസണാണ് ഇദ്ദേഹം കൊടുത്തത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോൺ വയലന്റ് പ്രൊട്ടസ്റ്റിന്റെ 4 സ്റ്റെപ്സ് ആണ്. ഇദ്ദേഹം, ഞാൻ പറഞ്ഞു, സിമിലർ ടു മഹാത്മാഗാന്ധി, ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പോളിസീസും ടീച്ചിങ്സും ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. നോൺ വയലൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെയും വെപ്പൺ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന്റെ 4 സ്റ്റെപ്സ് ഓഫ് നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇൻജസ്റ്റിസിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫാക്റ്റുകൾ ഇദ്ദേഹം കളക്ട് ചെയ്യുക ആദ്യമേ. അപ്പോൾ അതായത് ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു, എന്തൊക്കെയാണ് അതിൻ്റെ മെയിനുള്ള കാരണങ്ങൾ, അതൊക്കെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഫാക്റ്റുകൾ ആദ്യം അദ്ദേഹം കളക്ട് ചെയ്യുന്നു, ലോക്കൽ ലീഡേഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്, ഒരു കൈൻഡ് ഓഫ് സെൽഫ് പ്യൂരിഫിക്കേഷൻ, അതായത് നോൺ വയലന്റ് റെസിസ്റ്റൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ഡയറക്റ്റ് ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ നെഗോഷിയേഷൻസ്, ചർച്ചകളെല്ലാം ഫെയിൽ ആവുമ്പോൾ പ്രൊട്ടസ്റ്റിന് വേണ്ടി അദ്ദേഹം തിരിച്ചിറങ്ങുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ആർഗ്യൂസ് ദാറ്റ് നോൺ വയലന്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നെസസറി ആണ്. എന്തിനു വേണ്ടിയാണ് നെസസറി ആവുന്നത്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ക്രിറ്റിസിസം അൺടൈംലി ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് തെറ്റായ സമയത്താണ് ഇദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ ഈ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന് ഈ വൈറ്റ് ക്ലർജിമെൻ അഭിപ്രായപ്പെട്ടല്ലോ. സോ അദ്ദേഹം പറയുന്നത് ഈ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യുവാണ്. സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇതിലും കൂടുതൽ അതായത് കറക്റ്റ് സമയമാകട്ടെ, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ടൈം ആകട്ടെ, എന്നിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാം എന്നൊരു പോളിസി ഇവർക്കില്ല, അല്ലെങ്കിൽ ഈ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾക്കില്ല. അത് തന്നെയാണ് ഇദ്ദേഹവും ചെയ്തത്. കറക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംതിങ് ബാഡ് വിൽ ഹാപ്പൻ, അല്ലേ, ടൈം വിൽ മൂവ് ഓൺ, അല്ലെങ്കിൽ ടൈം വിൽ ബി വേസ്റ്റഡ്. സോ എന്ത് ചെയ്തു, ഞങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിൽ
എന്ത് ചെയ്തു, ആക്ട് ചെയ്തു. ആൻഡ് ഹി ഓൾസോ ക്രിട്ടിസൈസസ് എന്താണ്, ഈ വൈറ്റ് ആയിട്ടുള്ള ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. പേഷ്യൻസ് വേണം, അതായത് എക്സ്പ്ലെയിനിങ് ദാറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ ഇനിയും പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവരെ ചവിട്ടിമെതിക്കത്തേ ഉള്ളൂ, അതേ നടക്കത്തുള്ളൂ. സോ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ആക്ഷൻ വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ഹി സൈറ്റ്സ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ. അതായത് ഒരു പ്രശ്നം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ അപ്പം തന്നെ ആക്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. സോ അദ്ദേഹം കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ എക്സാമ്പിൾസും ബൈബിളിലെ കുറേ സ്റ്റോറീസൊക്കെ കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം എഴുതിയത്. ദെൻ ഇനി അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ലോസ്, അതായത് നീതിപരമായിട്ടും അനീതിപരമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ മാർട്ടിൻ ലൂതർ കിങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ലോസ്, അതായത് മോറൽ ലോയെയും ഈ ഹ്യൂമൻ ഡിഗ്നിറ്റി അപ്ലിഫ്റ്റ് ചെയ്യുന്ന നിയമങ്ങളൊക്കെ നല്ലതാണ്. അൺജസ്റ്റ് ലോസും ഉണ്ട്, ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്നതും അതാണ് അൺജസ്റ്റ് ലോസ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് ആണ്, കാരണം അത് നീതിപരമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് ഇദ്ദേഹം പറയുവാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ആക്ഷൻ നീതിപരമായിരുന്നു എന്ന് പറയുവാണ്. ദെൻ വൈറ്റ് മോഡറേറ്റ്സ് അല്ലെങ്കിൽ വൈറ്റ് പീപ്പിളിനെയും ചേർച്ചിനെതിരെ അദ്ദേഹം വളരെ ഡിസപ്പോയിന്റഡ് ആണെന്നാണ് ഇദ്ദേഹം അടുത്ത് പറയുന്നത്. അതായത് ഫ്രസ്ട്രേറ്റഡ് ആണ് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ വൈറ്റ് ആയിട്ടുള്ള ആളുകൾ അവരെന്ന് പറയുന്നത് സിവിൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ട് പക്ഷേ അവരെന്ത് ചെയ്യാണ്, കൂടുതലും അവർ അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി ഈസ് വെരി ഡിസപ്പോയിന്റഡ് ഇൻ ചർച്ചിന്റെ ഫെയിലറിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ചർച്ച് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തില്ല ഈ ഒരു വിഷയത്തിൽ എന്ന് ഇദ്ദേഹം വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടും പറയുന്നുണ്ട്. പിന്നെ ഇനി റോൾ ഓഫ് എക്സ്ട്രീമിസം എന്താണ്? അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റ് ആണ്, ഇദ്ദേഹത്തിന് എപ്പോഴും പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ആണ് എന്നാണ്. അപ്പോൾ ആ ഒരു റോളിനെ ഇദ്ദേഹം മനസ്സാ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജീസസ് ഒരു എക്സ്ട്രീമിസ്റ്റ് ആണെന്നും പ്രോഫറ്റ് എമോസ്, എബ്രഹാം ലിങ്കൺ ഇവരൊക്കെ എന്താണ് ജസ്റ്റിസിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തവരും ഈ ഒപ്പോസിഷൻ എന്തുമാത്രം ഉണ്ടായാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുമാണ്. സോ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനും ഒരു എക്സ്ട്രീമിസ്റ്റ് ആണ് എന്ന് അദ്ദേഹം പറയുവാണ്. ആൻഡ് ഓൾസോ ഹി ആർഗ്യൂസ് ദാറ്റ് ദ റിയൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റ് ഫോർ ലവ് ആണോ എക്സ്ട്രീമിസ്റ്റ് ഫോർ ഹെയ്റ്റ് ആണോ, അതാണ് ഇവിടുത്തെ റിയൽ ക്വസ്റ്റ്യൻ. ഞങ്ങളെല്ലാവരും എക്സ്ട്രീമിസ്റ്റ് ഫോർ ലവ് ആണ്. ജീസസ് ആണെങ്കിലും പ്രോഫറ്റ് എമോസ് ആണെങ്കിലും എബ്രഹാം ലിങ്കൺ ആണെന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാം ജസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഓഫ് ലവ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നിന്നവരല്ല. ദെൻ ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഇനി എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടായാലും മാർട്ടിൻ ലൂതർ കിങ് എക്സ്പ്രസ് ചെയ്യുന്നത് ഹോപ്പാണ്. അതായത് എന്ത് ഹോപ്പാണ്, ജസ്റ്റിസ് ആയിരിക്കും അവസാനം പ്രിവെയിൽ ചെയ്യുന്നത്. ആൻഡ് ഹി ഓൾസോ ബിലീവ്സ് ദാറ്റ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അമേരിക്കയെ ഡെമോക്രാറ്റിക് ഐഡിയൽസിലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നു. ഈ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹംബിൾ ആൻഡ് കൺസിലിയേറ്ററി ടോണിലാണ് എൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വേർഡ്സ് മനസ്സിലാക്കുമെന്നും ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കലായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്ത് പോവുകയാണ് ലെറ്ററിനകത്ത്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് കെയർഫുള്ളായിട്ട് അദ്ദേഹം പ്ലേസ് ചെയ്യുന്നുണ്ട്. മോറൽ, ലീഗൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ റീസൺസ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജസ്റ്റിഫൈ ചെയ്യുന്നത്. റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ റെഫറൻസസ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ബൈബിളിൽ വെച്ചിട്ട് സെയിൻറ്റ് അഗസ്റ്റിൻ്റെയും പിന്നെ US-ന്റെ ഹിസ്റ്ററി എടുത്തിട്ടും അദ്ദേഹം എക്സാമ്പിൾസ് വെച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ കിങ് ഓൾസോ ഷെയർസ് എന്താണ് പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചും അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ആ ആർഗ്യുമെന്റ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, വളരെ ഹോപ്പ്ഫുള്ളായിട്ടും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള രീതിയിലുമാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ജസ്റ്റിസിൻ്റെയും ഇൻജസ്റ്റിസിൻ്റെയും കാര്യം പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് അൺജസ്റ്റ് ലോസ് ഹ്യൂമൻ ഡിഗ്നിറ്റിയെ അണ്ടർമൈൻ ചെയ്യുന്നതെന്നും സിവിൽ ഡിസൊബീഡിയൻസ് ശരിക്കും പറഞ്ഞാൽ അൺജസ്റ്റ് അല്ല, അത് ജസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ ആണെന്നും പറയുന്നു. പിന്നെ ചേർച്ചിൻ്റെ റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട കാര്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ മോഡേൺ ആയിട്ടുള്ള വൈറ്റ് പീപ്പിൾ എന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസീവായിട്ട് നിൽക്കുവാണ്. അവരൊരിക്കലും ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്നില്ല. പിന്നെ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റിന്റെ ആവശ്യകതയെക്കുറിച്ച്, നെസസിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് സോഷ്യൽ പ്രോഗ്രസിന് നല്ലതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ മനസ്സിലാക്കാം, വളരെ ഡിറ്റർമൈൻഡ് ആൻഡ് കറേജസ് ആണ്. ത്രെഡ്സ് ഉണ്ടെങ്കിലും ഇംപ്രിസൺമെന്റ് ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആണ് ഇൻജസ്റ്റിസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ വളരെ ലോജിക്കലായിട്ടും ഇമോഷണലായിട്ടും അദ്ദേഹത്തിന്റെ സ്പീച്ചിനകത്ത് നമുക്കൊരു മൊറാലിറ്റി ഒക്കെ കാണാൻ സാധിക്കുന്നു. സോ ദാറ്റ് മെയ്ഡ് ഹിം എ പവർഫുൾ ലീഡർ.
ദെൻ ഡീപ്ലി ക്രിസ്ത്യൻ വാല്യൂസ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സോ ദാറ്റ് ഇസ് വൈ ഹീസ് ഫോളോയിങ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ എന്താണ്, പാസീവായിട്ടിരിക്കരുത്. നോൺ വയലൻസ് എന്ന് വെച്ചാൽ പാസീവായിട്ടിരിക്കുക എന്നല്ല, പക്ഷേ എന്താണ്, ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ എന്നാണ് പറയുന്നത്. വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ്, വളരെ ഒരു വിഷണറി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ആരെന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ.